മിസ്സേ അനിസയോ എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. പിന്നെ എനിക്കറിയാം നിങ്ങൾ ക്ലൈമാക്സ് എപ്പിസോഡിനോട് കട്ട വെച്ച് കാണുന്നത്. എന്നാൽ നമുക്ക് പോയി നോക്കിയാലോ? പിന്നെ ഇഷ്ടമായാലും കമന്റ് ഇടണേ, ഉറപ്പായിട്ടും കമന്റ് ഇടണേ. എടാ നീ എന്തിനാടാ അതിനിങ്ങനെ ചൂടാവുന്നേ? പിന്നെ ചൂടാവാതെ നിന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ ഉമ്മ തരണോ? ഇത്ര നേരമായിട്ട് ഞാൻ തിന്നെ വിളിക്കുന്നു, വല്ല ബോധമുണ്ട്? നീ ഏത് ലോകത്തേന്നു? ഡാ അത് ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടടാ. ആ അത് ശരിയാ, നിന്റെ ക്യാരക്ടർ മാത്രല്ല എല്ലാം നീ മിസ് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം? മോനക്ക് ഇത്ര മിസ് ചെയ്യാൻ മാത്രം എന്താ സംഭവിച്ചേ? എടാ നീ അതിനിങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഞാൻ പറയാം. ഓ ഒരു കാര്യം പറയാൻ വരുമ്പോ ഏതാണാവോ? യെസ് കമ്മിങ്. താങ്ക് യു സർ. അഞ്ചു നീ എന്താ ഇവിടെ? നിങ്ങൾക്ക് എന്നെ കാണാൻ ആഗ്രഹമില്ലാന്ന് കരുതിട്ട് എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. കാരണം അറിയാതെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി ഇത് ചെയ്യാനാണ്. ശരിയാണല്ലോ, നീ എന്താ അഞ്ചു ഇവിടെ? നീ ഇതൊന്നും മിണ്ടാത്ത, എന്താ പറ്റിയേ? അതിനൊന്നും ഒരു ഉത്തരം കൊടുത്തില്ല. പകരം നമ്മുടെ ശ്രീയുടെ കയ്യിലേക്ക് ഒരു പേപ്പർ അങ്ങ് വെച്ചു കൊടുത്തു. ഇതെന്താടോ? പിയോ കടുവച്ചിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. മോളെ എന്താ നീ എന്നോട് പറയാറുണ്ടെന്ന് പറഞ്ഞേ? അത് അമ്മ എനിക്ക് പറയാനല്ല ചോദിക്കാനുള്ള. ആഹാ എന്താ മോളെ കാര്യം? ചോദിക്കേ. അമ്മ ഞാൻ ശ്രീയേട്ടന്റെ കമ്പനിയിൽ പേ ആയിട്ട് വർക്ക് ചെയ്തോട്ടെ? ആഹാ ഇത് നല്ല ഉഷാറായല്ലോ. നിനക്കറിയോ ഞാൻ അങ്ങോട്ട് നിന്നോട് ചോദിക്കാൻ നിൽക്കായിരുന്നു. അത് അവന്റെ പി എന്തായാലും കാലകാലം നിൽക്കൂല. അവൻ എത്ര പി വെച്ചാലും അത് ഒരു മാസത്തിനുള്ളിൽ 4 എണ്ണായി മാറും. അതാണ് അവന്റെ പ്രത്യേകത. നീയാകുമ്പോ JK കമ്പനിയിൽ നീ അവിടുത്തെ ബോസിന്റെ പി ആയിരുന്നെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി നിന്നോടത് ചോദിക്കാൻ എന്ന് കരുതി നിൽക്കുകയായിരുന്നു. പപ്പയും പറഞ്ഞു തന്നു അത്. അതെന്തായാലും നല്ല കാര്യമാണ്. ഞാൻ നിനക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒക്കെ ഞാൻ ശരിയാക്കി തരാം. റിയലി? താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. അങ്ങനെ അതും പറഞ്ഞ് 5 റൂമിലേക്ക് ഓടിപ്പോയി. എനിക്കറിയാം മോളെ, നീ അവനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിലും നിന്നെ പണ്ട് വല്ല കാര്യമുണ്ടോ? അവന് കുറച്ച് ബോധം വേണ്ടേ? ഒരു പെണ്ണും കൂടെ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു കാര്യമേ അവന് ബോധ്യമില്ല. ഇതെന്തായാലും അവനിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പണിയാണ്. മോനെ ശ്രീകുട്ട, വെയിറ്റ് ചെയ്യട്ടോ, നിനക്കുള്ള സർപ്രൈസ് വരുന്നുണ്ട്. അഞ്ചു നീ എന്തായി ആലോചിക്കുന്നേ? നീ അതിന് ഇന്റർവ്യൂവിന് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഓ അപ്പോ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലല്ലേ? അതിന് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ? ഇതെങ്ങനെ ശരിയായി എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. കൂടുതൽ ആലോചിക്കണമെന്നില്ല. എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ തന്നത് അമ്മയാ. അമ്മ എന്നോട് പറഞ്ഞതാ ഇവിടെ ജോയിൻ ചെയ്യാൻ. PA കുറെ എണ്ണം വന്ന് പോവല്ലേ, ഞാനാവുമ്പോ പ്രശ്നമില്ലെന്നും പറഞ്ഞ എന്നെ ഇവിടേക്ക് അയച്ചേ. പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അയ്യോ എന്റെ പൊന്നാരമ്മ, താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. അല്ല ഇനി ഞാൻ വന്നത് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പൊക്കിയോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് അഞ്ജുവിന്റെ തുടക്കമാണെന്ന് തോന്നുന്നേ. വെള്ളം ഇവിടെ നിന്ന് മുങ്ങുന്ന നല്ലത്. ഏതായാലും നിങ്ങൾ സംസാരിക്കേ, ഞാൻ ഇപ്പൊ വരാം. എനിക്ക് ചെറിയൊരു ജോലി ഉണ്ട്. ഞാൻ പൊക്കിയോളാം. എങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ അമ്മയോട് പറഞ്ഞോളാം. എന്റെ പൊന്നഞ്ജലി, ഞാൻ എപ്പോഴാ നിന്നോട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഐ മീൻ ഞാനിപ്പോഴാ നിന്നോട് പറഞ്ഞേ ഇവിടെ PA നിൽക്കണ്ടെന്ന്? എനിക്ക് പ്രോബ്ലം ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ എന്നാ ജോയിൻ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ മതി. ഞാൻ നാളെ ജോയിൻ ചെയ്തോളാവേ. പ്രോബ്ലം ഒന്നുമില്ലല്ലോ, കാരണം എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടന്നാൽ കൊള്ളാന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ നേരെ ഇങ്ങോട്ടല്ലേ വരുന്നേ? യെസ്, ഞാനിപ്പോൾ നേരെ ഇങ്ങോട്ടാ വരുന്നത്. ഫ്ലൈറ്റിന് നേരെ ഇറങ്ങി ഇങ്ങോട്ടാ പോകുന്നത്. കാരണം എനിക്ക് നിങ്ങളുടെ റൂം എവിടെ ഒന്നും അറിയില്ലല്ലോ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ അബിയോട് പറയാം. അബീൻ്റെ കൂടെ പോയിക്കോ. അബി നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്ത് നിന്നോളൂ. ഓക്കെ. അല്ല ശ്രീയേട്ടൻ എപ്പോഴാ വരിക തിരിച്ച്? ഞാനെത്താൻ ഒരു 8:30 9 മണി ഒക്കെ ആവും. 9 മണിയോ? ഇതെന്താ ഇത്ര ലേറ്റ് ആവുന്നേ? ഒരു 7 മണിയാകുമ്പോഴത്തേന് കമ്പനിയിൽ നിന്ന് ഇറങ്ങിക്കൂടെ?
7 മണിക്ക് ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് ധൃതി പിടിച്ച് 7 മണിക്ക് ഇറങ്ങിപ്പോയിട്ട് ഇപ്പം എന്താ എനിക്ക് കിട്ടാൻ? റൂമിൽ ചെന്ന് വെറുതെ ബോറടിച്ചിരിക്കുന്നതൊക്കെ നല്ല. ഇവിടെ എന്തെങ്കിലും ഫയൽസോ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ചെയ്ത് തന്നാൽ അതങ്ങ് തീരും. അതുകൊണ്ട് ഞാനങ്ങ് പോകാറില്ല. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലല്ലോ അവിടെ പോയി ഇരിക്കാൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. ഓ, അത് മുമ്പത്തെ കാര്യമല്ലേ. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ ഞാനില്ലേ, നിങ്ങൾക്ക് നേരത്തെ വന്നൂടെ? ഇനിയിപ്പോ എന്തായാലും അങ്ങനെയല്ലല്ലോ, അപ്പോ ഞാൻ നേരത്തെ വരാൻ നോക്കാം. നോക്കാം എന്നല്ല, മര്യാദക്ക് വന്നോളാം. എന്റെ ബോസ് ആണെന്ന് ഞാൻ നോക്കില്ല. കൃത്യം 8 മണിക്ക് ഡോർ ക്ലോസ്ഡ് ആയിരിക്കും. അതിന് മുമ്പ് എത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ പുറത്ത് കിടക്കാം. എന്താ മോയലെ, നീ എന്നെ പേടിപ്പിക്കുകയാണോ? അയ്യോ അയ്യോ, ഞാൻ പേടിച്ചു. എന്താ മതിയോ? ആക്ടിങ് കഴിഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അത് പറഞ്ഞ മാതിരി തന്നെ 8 മണിക്ക് ശേഷം ഞാൻ ഡോർ തുറക്കില്ല. അതും പറഞ്ഞ് നമ്മുടെ അഞ്ചുകുട്ടി ഓഫീസിൽ നിന്ന് പുറത്തു പോയി. അവരുടെ കൂടെ അവരുടെ റൂമിലേക്ക് പോയി. ഈ റൂം എന്ന് ഉദ്ദേശിച്ച് ലോഡ്ജാണ് കേട്ടോ. മോളെ കാട്ടുമോയലെ, എൻ്റെ ഇഷ്ടം കൺഫേസ് ചെയ്യുന്നവരെയുള്ളൂ നിന്റെ ഈ ചാട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നിന്നൊന്ന് മെരുക്കിയെടുക്കാൻ. ഇനിയിപ്പോ ലോഡ്ജിൽ താമസിച്ച ശരിയാവില്ലല്ലോ, അതൊന്ന് മാറ്റി പിടിക്കണല്ലോ. എന്തപ്പ ചെയ്യാ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അത് തന്നെ നല്ലത്. ഡാ അബി, എനിക്ക് ഇതിൻ്റെ ഒരു സഹായം വേണമായിരുന്നു. സഹായോ? എന്ത് സഹായടാ? പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ആ ഗസ്റ്റ് ഹൗസിൻ്റെ കീ ഉണ്ടല്ലോ, അത് ഞാൻ നമ്മുടെ മാധവേട്ടൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. നീ അതൊന്ന് വാങ്ങി എനിക്ക് കൊണ്ടുവന്ന് തരണേ. എടാ ശ്രീകുട്ട, നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നടക്കട്ടെ നടക്കട്ടെ. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് തരാം, കുഴപ്പമൊന്നുമില്ല. നിന്റെ ലഗേജും കാര്യങ്ങളൊക്കെ അപ്പോൾ എപ്പോഴാണ് നീ മാറ്റുന്നത്? നീ പോടാ. നീ ഏതായാലും പറഞ്ഞ കാര്യം ചെയ്യേ. ലഗേജ് നാളെ തന്നെ മാറ്റാം. ഓ ആയിക്കോട്ടെ സാറേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ മിസ് ചെയ്ത ആള് ഇതാണല്ലേ? അതെന്തായാലും പൊളിച്ചു. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇതുവരെ നീ അതിന് കൺഫേസും ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെ നടക്കും മോനെ? കൺഫേസ്, അതിൻ്റെ ഒരു കുറവും കൂടെയുള്ളൂ. അത് ഞാൻ ഇന്നത്തോടെ നികത്തും, അല്ലെങ്കിൽ നാളെ. ഈ 2 ദിവസത്തോടെ ഞാൻ അതിൻ്റെ കാര്യം കൂടി തീർക്കും. പിന്നെ എനിക്കതിൻ്റെ പ്രശ്നമില്ലല്ലോ. ദാറ്റ്സ് ഗുഡ് ആൻഡ് ഗുഡ് ലക്ക് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഞാനേ ഇപ്പം ഇറങ്ങട്ടെ. ഇനി ഇറങ്ങിയില്ലെങ്കിൽ അവൾ എന്നെ റൂമിൽ കയറ്റില്ല, ഞാൻ പുറത്ത് കിടക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്തിട്ടല്ലേ ആള് പോയത് ഇവിടെ നിന്ന്. ചെറിയൊരു ചങ്ങലെൻ്റെ കൈമേൽ അവൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ ചങ്ങല ഞാൻ അവളെ കൈമലേക്ക് 2 കൈയിലേക്കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. യു സോ ഫണ്ണി ഡിയർ. എന്നാ ഓക്കെ, നീ ഇറങ്ങാൻ നോക്ക്, ഞാനും പോകട്ടെ. ഞാൻ കീ വാങ്ങിയിട്ട് നാളെ നിന്റെ കൈ തരാം. ശ്രീയേട്ട എന്താ വരാത്തെ? 7:45 ശ്രീയേട്ട, ഞാൻ പറഞ്ഞതിന് ഒറ്റ വേല കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പാ ഞാൻ വാതിലടക്കും. നിങ്ങൾ പുറത്ത് തന്നെ കിടക്കേണ്ടി വരും. ഡോറിന്റെ ബെല്ല് കേട്ടതും നമ്മുടെ അഞ്ച് പെട്ടെന്ന് പോയിട്ട് വാതിൽ തുറന്നു കൊടുത്തു. ആഹാ, അപ്പോ അനുസരണയൊക്കെ ഉണ്ടല്ലേ? അയ്യോ, അനുസരിക്കാൻ പറ്റിയ മുതല്. ഈ മോലെ, നിന്നെ അനുസരിച്ചതൊന്നുമല്ല. നിനക്ക് ഭ്രാന്താ. വാതിൽ പൂട്ടി നീ തുറക്കില്ല, നിന്റെ വാശിയായതുകൊണ്ട്. പിന്നെ ഞാൻ പുറത്ത് കളിക്കേണ്ടി വരും, അതുകൊണ്ട് വന്നേ ഉള്ളൂ, അല്ലാതെ നിന്റെ പേടിച്ചിട്ടൊന്നല്ല. ഓ ആയിക്കോട്ടെ, പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. അപ്പോൾ അതിന് ഫുഡ് എടുത്ത് വെക്കാം ഞാൻ. ഓക്കെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ ശ്രീയും അഞ്ജുവും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ശ്രീ പറഞ്ഞു നമ്മുടെ അഞ്ജുവിനോട്, അഞ്ജു, നാളെ നമ്മൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യും. അതുകൊണ്ട് നീ ഡ്രസ്സും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തോണ്ട്. വെക്കേറ്റ് ചെയ്യേ? അതെന്തിനാ? ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല കംഫർട്ടബിൾ ആണല്ലോ. ബട്ട് എനിക്കിവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ല.
ഇതുവരെ ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അല്ല. എനിക്ക് നിന്നെ ശരിക്കും നന്നാക്കണ്ടേ? അപ്പോൾ ഇവിടെ നടക്കില്ല. എന്താ എന്ത് പറ്റി? എന്തൊന്നും മിണ്ടാത്ത? ഇവിടെ നിന്ന് ആ സൗണ്ടൊക്കെ പുറത്തേക്ക് കേൾക്കില്ലേ, അതുകൊണ്ട്. സൗണ്ടോ? എന്ത് സൗണ്ട്? ഓ ശ്രീ, എന്താ നീ പറഞ്ഞേ? അല്ല അഞ്ജു, ഞാൻ പറഞ്ഞത് അതല്ല. ഇവിടെ നേരെ അപ്പുറത്തുള്ള റൂമിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നിനക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. ഓ അങ്ങനെ. ഓക്കെ. അല്ല, നാളെ നമ്മൾ എവിടേക്കാ പോകുന്ന? എന്നിട്ട് വേറെ റൂം വല്ലതും റെഡി ആക്കിയിട്ടുണ്ടോ? ഏയ്, റൂമൊന്നുമല്ല, നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന കരുതി. അതാ. എന്താ ഗസ്റ്റ് ഹൗസോ? അപ്പം നിങ്ങൾക്ക് ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇവിടെ? പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ റൂം എടുത്ത് താമസിക്കുന്നത്? അതോ, അത് പിന്നെ ഓഫീസിൽ ഇവിടെ പോകാൻ എടുത്താണല്ലോ, സോ അതുകൊണ്ടാണ്. എടുത്തായതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് പോകാമല്ലോ. അല്ലെങ്കിൽ പിന്നെ പി എ വേണം. സോ അപ്പം എനിക്ക് പി എ ഇല്ലായിരുന്നു. പി എ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എപ്പോഴും ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യം വരുമല്ലോ. അതുകൊണ്ട് ഇവിടെ അടുത്ത് റൂം എടുത്തു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ, താൻ തന്നെയല്ല എൻ്റെ പി എ. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും ഇത് സുഖമാണല്ലോ. അപ്പം ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഓ ഓക്കെ. അപ്പോൾ നിങ്ങൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണ്ടേ? ഭക്ഷണം കഴിച്ച് കഴിഞ്ഞില്ലേ, നീ പോയി പാക്ക് ചെയ്തോ. എൻ്റെ ഞാൻ പാക്ക് ചെയ്തോളാം. എനിക്ക് കുറേയൊന്നുമില്ല. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. അത്യാവശ്യത്തിനുള്ള മാത്രമേ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. സോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ പാക്ക് ചെയ്തോളാം. നിങ്ങളുടെ ഞാൻ പാക്ക് ചെയ്തോളാം, നിങ്ങൾ കഴിച്ചോ. അങ്ങനെ അഞ്ജു അവരുടെ ലഗേജൊക്കെ പാക്ക് ചെയ്തു. അഞ്ജുവിൻ്റെ പിന്നെ പാക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ, ഓൾറെഡി പാക്ക് ചെയ്തിട്ടല്ലേ വന്നേ. സോ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ശ്രീയുടെയല്ലേ ഉള്ളൂ, അത് പാക്ക് ചെയ്തു. നല്ല മഴ. ഇത് മതി, ഇത്ര മഴ. എനിക്കെന്തായാലും മഴ പോലെ എൻ്റെ മനസ്സ് ഒത്തിരി തണുപ്പായിപ്പോൾ. സോ ഐ എം വെരി ഹാപ്പി. ശ്രീയേട്ട, നല്ല മഴ ഉണ്ടല്ലേ? നല്ല മഴയുണ്ട്. ഇന്ന് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു മഴ ഉണ്ടാവുമെന്ന്. ആണല്ലേ, നല്ല മഴ ഉണ്ടല്ലേ. ഇനിയിപ്പോ ഇടിവെട്ടില്ലായിരിക്കും അല്ലേ? അച്ഛോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ പേടിച്ചോ? ശ്രീയേട്ട, എനിക്കിതിനെ പേടിയാണ്. ഏയ് ഡോൺ വൈ, ഞാനില്ല നിൻ്റെ കൂടെ. നീ ഇങ്ങനെ പേടിക്കുന്നേ? ഞാനുണ്ട്. ഏയ്, നീ പേടിക്കണ്ട അഞ്ജു, നീ പേടിക്കണ്ട. ഞാനില്ല കൂടെ. വാ, നമുക്ക് കിടക്കാം. നാളെ രാവിലെ നേരത്തെ നമുക്ക് അവിടേക്ക് പോകണ്ടല്ലേ? ഓക്കെ. ഇനി ഇടിവെട്ടില്ലേ? ഇടി വെട്ടും. ഇടി എങ്ങനെ വെട്ടാതിരിക്കും? മഴ പെയ്യുമ്പോൾ ഇടി വെട്ടുന്ന സാധാരണയല്ലേ. അതിന് നീ പേടിക്കണ്ട. ഞാനില്ല നിൻ്റെ കൂടെ. വാ, നമുക്ക് കിടക്കാം. ആ ശ്രീയേട്ട, നമുക്ക് എടുക്കാം. എനിക്ക് ഉറക്കം വരുന്നില്ല. ശ്രീയേട്ട, ഉറങ്ങിയോ? ഉറങ്ങിയില്ലേ? നീ കിടന്നുറങ്ങിയോ? നീ പേടിക്കണ്ട, ഞാനുണ്ട്. ശ്രീയേട്ട നല്ല ഉറക്കിലാണല്ലോ. ശ്രീയേട്ടാ, ശ്രീയേട്ടാ, എന്താ ഇങ്ങനെ എണീക്കത്തെ? ഇത്ര നേരമായി ഉറങ്ങുന്നത്? എന്തുവാടി, കുറച്ചൊരു ഉറങ്ങട്ടെ എന്ന്. നല്ല കഥയുണ്ട്. ഓഫീസിൽ പോകണ്ടേ? ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റായി. നമുക്ക് ആദ്യം അവിടെ വീട്ടിൽ പോയിട്ട് സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് വേണം പോകാൻ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഏയ്, ഓഫീസിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്താ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ലാത്ത? ഞാൻ ഓൾറെഡി ഒരാഴ്ച ലീവ് എടുത്തിട്ടുണ്ട്. നിനക്കും? ഒരാഴ്ചയോ? എന്താ ചേട്ടാ അത്ര ദിവസം എടുത്തേ? ഒരുപാട് പെൻഡിങ് ഫയൽസ് വരില്ലേ? അതെല്ലാം അഭി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. നീ റെഡി ആയിക്കോ. അപ്പോൾ തന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഈ വെളുപ്പെന്താ എന്നെ ആ പേര് വിളിക്കാതെ? അല്ലെങ്കിൽ ഒരു 100 തവണ വിളിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, അവളെന്നെ അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല. അല്ല, നിങ്ങൾ എന്തോന്ന് ആലോചിച്ചിട്ടിരിക്കുക? ഒന്ന് വേഗം പോയി ഫ്രഷ് ആയിട്ട് വാങ്ങുക. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഓരോന്ന്. ഞാനിപ്പോൾ വരാം. അങ്ങനെ ഒരു ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ച് അവർ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. എന്ന് വെച്ചാൽ നമ്മുടെ ശ്രീയുടെ വീട്ടിലേക്ക് പോയി. അടിപൊളി, എന്ത് രസം കാണാൻ.
എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു. മോളി വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ല എന്തായാലും. ബാക്കി പിന്നെ സംസാരിക്കാം. ഈ ഏട്ടന് തന്നത് അർത്ഥം വെച്ച് സംസാരിക്കുന്നേ. അതെ, ആ സ്റ്റെപ്പ് ചാടുമ്പോൾ ശ്രദ്ധിക്കണേ. മഴ പെയ്തുകൊണ്ട് നല്ല വഴുക്കലുണ്ടാവും. പിന്നെ നീ അകത്തേക്ക് കയറിക്കോ. അപ്പോൾ അത് ഞാൻ ലഗേജ് ഒക്കെ എടുത്തിട്ട് വരാം. കയറി. എനിക്കിഷ്ടപ്പെട്ടു. ആ ഓക്കെ. വാവ്, ഈ റൂം കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്താ എന്താ ശ്രീയേട്ടാ, എന്തിനാ, എന്താ പറ്റി? നീ നീ എവിടേക്ക് പോകുന്നേ? ഞാൻ എവിടേക്ക് പോവാൻ? എവിടേക്കും പോയിട്ടൊന്നുമില്ല. ഞാൻ ആ ഷെൽഫ് തുറന്ന് നോക്കാൻ പോയതാ. അതിനോ നീ ആ ഷെൽഫ് തുറക്കാൻ പോകാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിന്നെ പിടിച്ചത്. ഇപ്പം നീ ആ ഷെൽഫ് തുറക്കാൻ പോകണ്ട, മനസ്സിലായല്ലോ? നമ്മൾ വരുന്നതിൻ്റെ അല്ല, നീ റൂമിൽ കയറുന്നതിന് തൊട്ട് മുമ്പാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ നീ തുറക്കണ്ട. അതെന്താ? അതെന്താന്ന് നീ ഇപ്പോൾ അറിയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം. അപ്പം നീ അറിഞ്ഞാൽ മതി. ഇപ്പം നീ എന്തായാലും ആ ഡോർ തുറക്കാൻ പോകണ്ട, മനസ്സിലായല്ലോ? അതും പറഞ്ഞ് റൂമിന് പുറത്തേക്ക് പോയി. എന്താ ഇപ്പോൾ നടന്നേ? അല്ല, എന്താ എന്താ ഷെൽഫിലുള്ള? എങ്ങനെ അതൊന്നും അറിയാം? എൻ്റെ ദൈവമേ, ഇനി എഫിലൊക്കെ കാണുന്ന പോലെ വല്ല വല്ല ലവ് വല്ലതുണ്ടോ? എൻ്റെ സ്റ്റേഡിന് അങ്ങനെയൊന്നുമില്ല. അമ്മ പറഞ്ഞനുസരിച്ച് നോക്കുമ്പോൾ അതിന് സാധ്യതയൊന്നുമില്ല. ദൈവമേ, ഇനി ഉണ്ടാവോ? എൻ്റെ കണ്ണ കാത്തോളണേ. അഞ്ജു, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. സോ ഞാനൊന്ന് പുറത്ത് പോവാണ്. കുറച്ച് വൈകിട്ടേ വരുള്ളൂ. രാത്രിയാകുമ്പോഴത്തേനും ഞാൻ വരാൻ നോക്കാം. അത്യാവശ്യമാണോ പോകുന്നേ? കുറച്ച് അത്യാവശ്യമാണ്. ആണല്ലേ? എന്നാ ഓക്കെ, നിങ്ങൾ പോയിട്ട് വേഗം വരണേ. ഞാൻ വേഗം വരാൻ നോക്കാം. ഓ, 8 മണി ആവാറായി. എന്താ വരാത്ത? എപ്പോഴാ വരിക? ഇനിയും വഴുകുന്ന തോന്നുന്നു. ചുമ്മാ ഇരുന്ന് ബോറടിച്ചു തുടങ്ങി. ഇപ്പോഴും ഓർമ്മ വന്ന് ഞാൻ ഡ്രസ്സ് ഇതുവരെ ഇട്ട് വയ്ക്കില്ലല്ലോ. എന്നിട്ട് നോക്കിയാലോ? അതെനിക്ക് ഫിറ്റ് ആവുമെന്ന് പോലും ഉറപ്പില്ല. അവളെ വാങ്ങി തരാണ്ട് ഫിറ്റ് ആവാതിരിക്കാനും വഴിയില്ല. ഇതാരും ഇട്ട് നോക്കാം. അഞ്ജു, ഇതെന്ത് ഡ്രസ്സാ? എന്താ ശ്രീഡ, ഈ ഡ്രസ്സ് എനിക്ക് ഇട്ടിട്ട് രസമല്ലേ? അവളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. നോ, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. റിയലി? അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്പനിയിലേക്ക് ഇനി വരുമ്പോൾ ഇതിടാല്ലേ? ഇതിട്ടിട്ട് നീ ഇറങ്ങിയ നിന്റെ കൈയും കാലും വെട്ടിയിടും ഞാൻ. ഇനി നിനക്ക് അത്ര പുതിയാനിടണമെന്നെങ്കിൽ നീ ഇവിടുന്ന് എൻ്റെ മുമ്പിൽ ചിട്ടാൽ മതി, മനസ്സിലായല്ലോ അല്ലേ? ഇനി ഞാൻ പറയില്ല. നീ ഡ്രസ്സ് വേഗം ചെയ്ത് വാ, അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ നീ ആ ഡോർ തുറന്നില്ലല്ലോ. ഞാനിപ്പോൾ ചേഞ്ച് ചെയ്ത് തരാം. ഞാനതങ്ങ് തുറക്കാനേ. നിങ്ങൾ ആ ഷെൽഫും തുറക്കാൻ സമ്മതിച്ചിട്ടില്ല, ആ റൂം തുറക്കാൻ സമ്മതിച്ചിട്ടില്ല. അതെന്താ? എനിക്കെന്താ റൂമിൽ കാണാൻ പറ്റാത്തുള്ളേ? അവിടെ നിനക്ക് കാണാൻ പറ്റാത്ത ഒന്നുമില്ല. പക്ഷേ ഞാൻ കാണിച്ച് തരുമ്പോൾ നീ കണ്ടാൽ മതി. ആദ്യം പോയി നീ ആ ഡ്രസ്സ് മാറ്റിയിട്ട് ഈ ഡ്രസ്സ് ഇടാം. ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നീ റൂമിലിരുന്നാൽ മതി, പുറത്തേക്ക് ഇറങ്ങണ്ട. ഞാൻ വരുമ്പോൾ നിന്നെ വിളിക്കാം, ഓക്കെ? അല്ല ശ്രീയേട്ട, നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നേ? റൂമിൽ നിന്ന് ഇറങ്ങണ്ടെന്നോ? അതെന്താ? എൻ്റെ വൈഫ് ഇപ്പോൾ പോയിട്ട് ഞാൻ പറഞ്ഞത് ചെയ്യാം. നമ്മുടെ അഞ്ജു റൂമിലേക്ക് ഡ്രസ്സ് മാറ്റാൻ പോയ അതേ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രീ എന്ത് ചെയ്തെന്നോ, ആ വീട്ടിലുള്ള വേറൊരു റൂമുണ്ട്, ആ റൂമിലേക്ക് പോയിട്ട് ഡോർ അടിച്ചു. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചു വന്നു. നീ ഇപ്പം എന്നോട് ഒന്നും ചോദിക്കാൻ വരണ്ട. ഞാൻ നിന്റെ കണ്ണു പൊത്താൻ പോവാം, ഓക്കെ? എന്തിനായിട്ടാ? പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ നമ്മുടെ ശ്രീ നമ്മുടെ അഞ്ജുടെ കണ്ണു പൊത്തിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയി ആ റൂമിലേക്ക്. ഇതൊക്കെ എന്താ?
ഐ ലവ് യു അഞ്ജു. അഞ്ജു, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. അത് നിന്നെ ആദ്യമായിട്ട് കണ്ടത് മുതലേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എൻ്റെ ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്ക് എൻ്റെതാവാൻ പറ്റുമോ? I love you too. ഇട്ടോ ആ ആ, ആ, ഞാനിടാം. ആ, ആ, ഉം. എനിക്ക് നിങ്ങളെ എത്ര ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയോ? ഒത്തിരി ഇഷ്ടമാണ്. അന്ന് ആദ്യമായിട്ട് കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്കി പറയാൻ നമുക്ക് ഇനിയും നേരമുണ്ട്. പക്ഷേ ഈ നൈറ്റ് എനിക്ക് അങ്ങനെ കളയാൻ ഒട്ടും ആഗ്രഹമില്ല. സോ മോളൊരു കാര്യം ചെയ്യും, റൂമിൽ പോയിട്ട് ഞാൻ നിന്നോട് തുറക്കരുതെന്ന് പറഞ്ഞ ഷെൽഫുണ്ടല്ലോ, അത് തുറക്ക്. എന്നിട്ട് അതിലൊരു സാധനം നിനക്ക് വെച്ചിട്ടുണ്ട്, നോക്കി നോക്ക്. ആ ഷെൽഫിലോ എന്താ ഉള്ളത്? എൻ്റെ വൈഫൊന്ന് പോയി നോക്കുന്നേ. ഞാൻ അപ്പോത്തിന് ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങ് വന്നേക്കാം. വേഗം പോ. ആ ഞാൻ ഞാൻ പോയിക്കോളാം. അങ്ങനെ നമ്മുടെ അഞ്ചുകുട്ടി എന്ത് ചെയ്തെന്നോ, റൂമിലേക്ക് വേഗം പോയിട്ട് ആ ഷെൽഫ് കുറച്ച് നെർവസിനോടെ അടുത്ത് തുറന്നു. അതിലുള്ള സാധനം കണ്ടതും കുറച്ചുകൂടെ നെർവസായി. പിന്നെ വേറൊന്നും ആലോചിച്ചില്ല, കാരണം എൻ്റെ പെണ്ണും ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. സോ ഒന്നും ആലോചിക്കാതെ ആ ഗിഫ്റ്റ് അങ്ങ് എടുത്തു. നമ്മുടെ ശ്രീ ഫ്രഷായി റൂമിലേക്ക് വന്നു. പക്ഷേ അപ്പോഴും അഞ്ചു വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇവളിത് ഓ മൈ ഗോഡ്. ശ്രീയേട്ടാ, എന്താ എന്താ ഇങ്ങനെ നോക്കുന്നേ? You look so beautiful. I know, I'm beautiful. താനെന്താ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നേ? അതും പറഞ്ഞ് നമ്മുടെ ശ്രീ നമ്മുടെ അഞ്ജുവിൻ്റെ അടുത്തേക്ക് നടന്നു. അത് പിന്നെ ശ്രീയേട്ട, എൻ്റെ പിന്നെ കയറ് കെട്ടാൻ പറ്റുന്നില്ല. അഞ്ജു അത് പറഞ്ഞതും നമ്മുടെ ശ്രീ എന്ത് ചെയ്തെന്നറിയോ? കെട്ടിക്കൊടുത്തതൊന്നുമില്ല, പകരം തൻ്റെ ഷർട്ട് അവനയച്ചു. ഏയ്, അതിൻ്റെ ആവശ്യം എന്തായാലും ഇല്ല ഇന്ന്. ശ്രീയേട്ട